ഇന്ന് രാത്രിയിൽ ഋഷുവിന്റെ വീട്ടുകാർ മടങ്ങിപ്പോയതിനു ശേഷം ആൺപിള്ളേരും 3 പേരും ബാൽക്കണിയിൽ കൂടിയിരിക്കുകയാണ്. മുൻപത്തെ തവണ ചാർലിയെ കൂട്ടി ഒന്ന് കൂടാമെന്ന് കരുതിയെങ്കിലും സാഹചര്യം അതിനെ അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ട് ഇന്ന് അവനെ വിടാതെ പിടിച്ചിരിക്കുകയാണ് ക്രിസ്റ്റി. റയാനും അവരുടെ ഒപ്പമുണ്ട്. മദ്യപിച്ചില്ലെങ്കിലും അവരുടെ ഒപ്പം ഇരുന്ന് സ്നാക്സ് ഒക്കെ കഴിക്കുകയാണ് അവന്റെ പരിപാടി. ചാർലി അവരോടൊപ്പം പോയതും ഷീതു ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുഞ്ഞിനെ ഉറക്കാൻ വേണ്ടി മുറിയിലേക്കും പോയി. പെട്ടെന്നാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത്. ആരാണെന്നുള്ള സംശയത്തോടെ അവൾ കോൾ എടുത്തു. ഒരു നമ്പറിൽ നിന്നുമായിരുന്നു. ഹലോ, അവൾ സംശയത്തോടെ പറഞ്ഞു. മോളെ, ഇത് ഞാനാ. ഒരു സ്ത്രീയുടെ ശബ്ദമാണ് അവൾ മറുവശത്തു നിന്നും കേട്ടത്. ഇപ്പോഴും അത് ആരാണെന്നുള്ള സംശയത്തോടെ നിൽക്കുകയായിരുന്നു ഷീതു. എനിക്ക് മനസ്സിലായില്ല, അവൾ തിരികെ അവരോട് പറഞ്ഞു. ഞാൻ ഞാൻ ആദത്തിൻ്റെ മമ്മിയാ. അവർ പറയുന്നത് കേട്ടതും അവളുടെ നെഞ്ചിടിക്കാൻ തുടങ്ങി. ഇന്നുവരെയും അവർ തന്നെ വിളിച്ചിട്ടില്ല. നേരിട്ട് കാണുമ്പോൾ ഒരു പുഞ്ചിരിയിലോ ഒരു വാക്കിലോ അവർ ഒതുക്കും. ആദ്യമായിട്ടാണ് അവർ തന്നെ വിളിക്കുന്നത്. അവൾ മനസ്സിൽ ചിന്തിച്ചു. ഒരു നിമിഷം അവരോട് എന്തു പറയണമെന്നറിയാതെ അവൾ നിശ്ചലയായി നിന്നു. അവൾ എന്താ ഒന്നും മിണ്ടാത്തത്? സംസാരിക്കാൻ താല്പര്യമില്ലാന്നാണോ? അവളുടെ സൈലൻസ് കണ്ടതും അവർ സംശയത്തോടെ അവളോട് ചോദിച്ചു. അല്ല, ഞാൻ പിന്നെ പെട്ടെന്ന് അവൾക്ക് എന്ത് മറുപടി പറയണമെന്നറിയില്ലായിരുന്നു. മോളുടെ പേടി എനിക്ക് മനസ്സിലായി. മോളെ വിളിച്ച് സംസാരിക്കണോ വേണ്ടായോ എന്ന് ഞാൻ ഒരുപാട് തവണ ആലോചിച്ചു. പക്ഷെ ഇത് മോളോട് പറയണമെന്ന് തോന്നി. ഇല്ലെങ്കിൽ ഒരുപക്ഷെ സത്യം എന്താണെന്ന് നീ അറിയില്ല. അത് നീ അറിയാതെ ഇരിക്കും തോറും എൻ്റെ മകനെ നീ വെറുക്കും. ഒരിക്കലും ഉണ്ടാകരുത്. അതുകൊണ്ടാണ് മോളുടെ നമ്പർ കണ്ടുപിടിച്ച് ഞാൻ മോളെ വിളിച്ചത്. അവർ പറയുന്ന ഓരോ വാക്കുകളും അവൾ ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു. അവൾക്കാണെങ്കിൽ അവരെന്താണ് പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. മോളെ, ആദം, എൻ്റെ മകൻ, അവൻ മോളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ്റെ നിവൃത്തികേട് കൊണ്ടാ അവനെന്ന് അങ്ങനെയൊക്കെ അവർ പറഞ്ഞതും അവൾ നെറ്റിച്ചുളിച്ചു. ഞാനിനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയോടെ കേൾക്കണം. അതും പറഞ്ഞ് അവർ അവിടെ നടന്ന സംഭവങ്ങളും അതിനിടയിൽ അവൻ റിൻസിയോടും റിൻസിയുടെ വീട്ടുകാരോടും പറഞ്ഞ കാര്യങ്ങളും ഒക്കെ അവളോട് പറഞ്ഞു. കേട്ട് കഴിഞ്ഞതും അവൾക്ക് ശരീരമാകെ തളർന്നു പോകുന്നത് പോലെ തോന്നി. ആദം തന്നെ ചതിച്ചിട്ടില്ലെന്നും അതിലവൻ പെട്ടുപോയതാണെന്നും ഓർക്കുന്തോറും അവളുടെ ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടിരുന്നു. മോളെ, അവളുടെ അനക്കമൊന്നും ഇല്ലാഞ്ഞതും അവർ വീണ്ടും വിളിച്ചു. ഹാ, അവളൊരു ശബ്ദമുണ്ടാക്കി. അതല്ലാതെ ഒരു വാക്കുപോലും അവളുടെ നാവിൽ നിന്നും വന്നിരുന്നില്ല. അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് നിശ്ചലയായി നിൽക്കാൻ മാത്രമേ അവൾക്ക് സാധിച്ചിരുന്നുള്ളൂ. മോളെ ഷീതു, എൻ്റെ മകൻ നിന്നെ മനഃപൂർവ്വം ചതിച്ചിട്ടില്ല. എല്ലാവരും അവനെ ചതിക്കുകയായിരുന്നു. ഇൻസി, അവൾ എൻ്റെ മകനെ നേടാൻ വേണ്ടി എൻ്റെ മകൻ ആ നിമിഷം എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു മോളെ. നിന്നെയും കുഞ്ഞിനെയും ആ നിമിഷം തള്ളി പറഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ അവരതിനെ ഇല്ലാതാക്കുമെന്ന് ഭയന്ന എൻ്റെ കുഞ്ഞ് എന്നങ്ങനെ ചെയ്തത്. അവൻ്റെ മനസ്സിൽ അന്നും ഇന്നും നീ മാത്രമേ ഉള്ളൂ മോളെ. അതുകൊണ്ടാണ് ഇപ്പോഴും നിന്നെയും കുഞ്ഞിനെയും ഓർത്ത് എൻ്റെ മകൻ ജീവിക്കുന്നത്. റിൻസിയുടെ കഴുത്തിൽ അവൻ മിന്നുകെട്ടിയെന്നേ ഉള്ളൂ. ഇതുവരെ അവർ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചിട്ടില്ല. അതിനാ അവളിവിടെ വഴക്കുണ്ടാക്കുന്നത് മുഴുവൻ. പക്ഷെ എൻ്റെ മകന് എൻ്റെ സ്ഥാനത്ത് അവളെ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാ സത്യം. അവർ കണ്ണുനീരോടെ അവളോട് പറഞ്ഞു. അവളെല്ലാം കേട്ട് നിന്നതല്ലാതെ തിരികെ ഒന്നും തന്നെ പറഞ്ഞില്ല. കാരണം എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു. നീ തിരികെ വരണമെന്നും എൻ്റെ മകനെ സ്വീകരിക്കണമെന്നും ഒന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരിക്കലും നീ സത്യം അറിയാതെ പോകരുത്. എനിക്കറിയാം, അവൻ വന്നാൽ നീ അവനോട് സംസാരിക്കാൻ പോലും കൂട്ടാക്കാറില്ല. അവൻ എന്നോടത് പറഞ്ഞു. ഒരുപാട് തവണ അവൻ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നുവെന്ന്. പക്ഷെ നീ ഒരിക്കലും കേൾക്കാൻ തയ്യാറായിരുന്നില്ല എന്ന്. അതുകൊണ്ടാ മമ്മി നിന്നെ വിളിച്ചത്. അവർ പറഞ്ഞതും അവൾ ഒന്നും മിണ്ടിയില്ല. ശരി മോളെ, ഞാൻ വെക്കുവാ. അവൻ്റെ പപ്പ ഇത് കേട്ടുകൊണ്ടുവന്ന പിന്നെ അതിനായിരിക്കും ഇവിടെ വഴക്ക് നടക്കുന്നത്. അതും പറഞ്ഞ് അവർ അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ഫോൺ വെച്ചു. ചീതു എല്ലാം കേട്ട് ഞെട്ടലോടെ കട്ടിലിലേക്ക് ഇരുന്നു പോയി. അവളുടെ കണ്ണുകൾ രണ്ടും നിറഞ്ഞൊഴുകി. എന്ത് ചെയ്യണമെന്നറിയാതെ അവളുടെ ജീവിതം ഒരു ചോദ്യചിഹ്നമായി മാറി. മോൾക്ക് ഈ വിവാഹത്തിന് പൂർണ്ണ സമ്മതമാണോ? ചാർലിയുടെ പപ്പയുടെ വാക്കുകൾ അവളുടെ കാതിൽ അലയടിച്ച് കേട്ടു. ന്യൂ ഇയറിന് എൻ്റെയും മിച്ചായൻ്റെയും മിന്നുകെട്ടാണ്. ഒരുപാട് സന്തോഷത്തോടെയാ ഇച്ചായൻ ഇപ്പോൾ ഉള്ളത്. മമ്മി വിളിച്ചതും മമ്മി പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ ഇച്ചായനോട് പറഞ്ഞാൽ താൻ എടുത്തുചാടി പ്രവർത്തിച്ചതായി പോയോ? ഓരോ കാര്യങ്ങളും ഇവിടേക്ക് വന്നതിന് ശേഷം ഒരുപാട് തവണ ആദം തന്നോട് സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഒരിക്കലും താനത് കേൾക്കാൻ കൂട്ടാക്കിയിരുന്നില്ല എന്നവൾ ഓർത്തു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കട്ടിലിൽ സുഖമായി നിഷ്കളങ്കമായി ഉറങ്ങുന്ന കുഞ്ഞിൻ്റെ മുഖത്തേക്കാണ് അവൾ നോക്കിയത്. എന്തെങ്കിലും ഒരിക്കൽ ഇവൾ ചോദിക്കില്ലേ, ഞാൻ എന്തുകൊണ്ട് അവളുടെ പപ്പയെ മനസ്സിലാക്കിയില്ല എന്ന്, എന്തുകൊണ്ട് മാറ്റി നിർത്തിയെന്ന്? അപ്പോൾ താൻ എന്ത് മറുപടി അവളോട് പറയേണ്ടത്? രക്തത്തെ തിരിച്ചറിയുന്ന ദിവസം ഞാൻ അവളുടെ മുൻപിൽ ഒന്നും മിണ്ടാതെ നിൽക്കേണ്ടി വരില്ലേ? അപ്പോൾ ഇവളെന്നെ വെറുക്കുവോ? ശരിയാ, അവളുടെ പപ്പയല്ല എന്ന് അറിയിക്കാതെ തറയിലും താഴെയും വെക്കാതെ കൊണ്ടു കിടക്കുക ചായൻ. ഒരുപക്ഷെ വളർന്നു കഴിയുമ്പോൾ അവൾ തന്നെ മനസ്സിലാക്കില്ലേ ചാർലി ചായൻ അവളുടെ യഥാർത്ഥ പപ്പ അല്ലായിരുന്നു എന്ന്. അപ്പോൾ ഞാൻ എന്ത് മറുപടി അവൾക്ക് കൊടുക്കേണ്ടത്? ഷീതു മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു.
ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ. എടാ ചാർലി, നിനക്ക് ഇന്നാ മനസമാധാനമായത് അല്ലേ? ക്രിസ്റ്റി അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അതെന്താടാ നീ അങ്ങനെ ചോദിച്ചേ? ചാർലി തിരികെ അവനെ നോക്കി. അല്ല, നിനക്ക് ഇത്രയും നാളും സംശയമല്ലായിരുന്നോ അവൾ നിന്നെ സ്നേഹിക്കുവോ എന്ന്? പക്ഷേ ഇന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ചല്ലേ അവൾ മിന്നുകെട്ടിന് സമ്മതിച്ചത്? അവനൊരു പുഞ്ചിരിയോടെ ചാർലിയുടെ മുഖത്തേക്ക് നോക്കി. അതെ എടാ, ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ അതിൻ്റെ സങ്കടവും വിഷമവും മനസ്സിലാവുള്ളൂ. ചാർലി ഒരു പുഞ്ചിരിയോടെ അവനോട് തിരികെ പറഞ്ഞു. അവനങ്ങനെ പറയുന്നത് കേട്ടതും റയാനും ക്രിസ്റ്റിയും പരസ്പരം നോക്കി. എടാ, ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ക്രിസ്റ്റി അവൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. ഏയ്, അങ്ങനെയല്ലടാ ഞാൻ പറഞ്ഞേ, ഞാൻ നിന്നോട് പറഞ്ഞതാ. നിങ്ങൾക്കറിയാലോ അവളെ ഞാൻ എന്തുമാത്രം ആത്മാർത്ഥതയോടെയാണ് സ്നേഹിക്കുന്നതെന്ന്. ഒരു പക്ഷേ അവൻ സ്നേഹിക്കുന്നതിനേക്കാൾ മുൻപേ തന്നെ അവളെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങിയതാ ഞാൻ. പക്ഷെ അവളോട് എനിക്കത് പറയാൻ പറ്റിയില്ല. അതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ആദ്യത്തെ തെറ്റ്. ഒരുപക്ഷെ ഞാൻ അവളോടത് പറഞ്ഞിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് ഞാൻ പിന്നീട് ഓർത്തു. പിന്നീട് ഒരു സമയത്ത് ഞാൻ അവളോടത് പറയാൻ പോയപ്പോഴാണ് അവൾ എന്നോട് അവൻ അവളെ പ്രപ്പോസ് ചെയ്ത കാര്യവും അവൾക്ക് തിരികെ അവനെ ഇഷ്ടമാണെന്നുള്ള കാര്യവും എന്നോട് പറഞ്ഞത്. അന്ന് ഞാനൊരു പുഞ്ചിരിയോടെ അവളുടെ മുൻപിൽ വെച്ച് അതിനെ സ്വീകരിച്ചെങ്കിലും ഞാനന്ന് അനുഭവിച്ച വിഷമവും ടെൻഷനും മറ്റൊരാൾക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അവൻ അവരെ രണ്ടുപേരെയും നോക്കി പറഞ്ഞു. ചേട്ടായി. റയാൻ അവനെ സമാധാനിപ്പിക്കാൻ എന്ന രീതിയിൽ വിളിച്ചു. അവളുടെ സന്തോഷമായിരുന്നു എൻ്റെ സന്തോഷം. അതുകൊണ്ട് തന്നെ അവളുടെ ആ സന്തോഷത്തിൽ ഞാനും ഒന്ന് പങ്കുചേർന്നു. പിന്നീട് അവർക്കിടയിൽ ഒരു അരയന്നമായിട്ട് ഞാൻ മാറി. ഉള്ളിൽ ഒരുപാട് സങ്കടം ഉണ്ടെങ്കിലും ആരെയും ഞാനത് അറിയിച്ചിട്ടില്ല. അവരുടെ മുൻപിൽ ഒട്ടും ഞാനത് നടിച്ചില്ല. അതൊക്കെ അവളുടെ സന്തോഷത്തിന് വേണ്ടി മാത്രമായിരുന്നു. ഞാൻ കുറച്ച് സങ്കടപ്പെട്ടാലും അവളെന്നും സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിയണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ അതൊക്കെ ഒരു ബുദ്ധിമോശമായിരുന്നു എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ അവളെ ഒരിക്കലും അവന് വിട്ടുകൊടുക്കാൻ പാടില്ലായിരുന്നു. അവളുടെ കാര്യത്തിൽ ഞാൻ കുറച്ച് സ്വാർത്ഥനായി മാറണമായിരുന്നു. എനിക്കതിന് കഴിഞ്ഞിരുന്നില്ല. ചാർലി അവരെ രണ്ടുപേരെയും നോക്കി പറഞ്ഞു. ഒരുപക്ഷെ നീ അന്ന് അങ്ങനെ കാണിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയുള്ളൊരു ജീവിതമായിരുന്നു കാണില്ല നടക്കാൻ പോകുന്നത്. മാത്രമല്ല, അവളെ നിനക്ക് ഇങ്ങനെ കിട്ടാനായിരുന്നു കാണും ദൈവവിധി. ഒപ്പം അവനെ അവൾ മനസ്സിലാക്കണമെന്നും ക്രിസ്റ്റി പറഞ്ഞതും അവനത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. ഏട്ടത്തിയെ ചേട്ടായി ആർക്കും വിട്ടുകൊടുക്കരുത്, റയാൻ അവനെ നോക്കി പറഞ്ഞു. ഇല്ലടാ, ഒരിക്കലും അതുണ്ടാവില്ല. അത് ഞാൻ അന്നെടുത്ത തീരുമാനമാണ്. ഇനി ഒരിക്കലും അവളെയും കുഞ്ഞിനെയും ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് ചാർലി പറഞ്ഞുകൊണ്ട് മദ്യത്തിൻ്റെ ഗ്ലാസ് ചുണ്ടിലേക്ക് അടുപ്പിച്ചിരുന്നു. ഇങ്ങ് ആദത്തിൻ്റെ വീട്ടിൽ രാത്രി 12 മണിയായിട്ടും ആദം വീട്ടിലേക്ക് വന്നിരുന്നില്ല. റിൻസി അവളുടെ പപ്പയുടെയും മമ്മിയുടെയും ഒപ്പം വീട്ടിലേക്കും പോയിരുന്നു. വീട്ടിലേക്ക് മടങ്ങി വരാതെ കണ്ണുപോലും അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അവൻ്റെ മമ്മി. അതുകൊണ്ട് തന്നെ അവർ ഹാളിൽ ഉറക്കമൊഴിഞ്ഞ് കാത്തിരിക്കുകയാണ് തൻ്റെ മകന് വേണ്ടി. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഹാളിൽ വെച്ചിരുന്ന യേശുവിൻ്റെ ഫോട്ടോയുടെ മുൻപിൽ കൈതൊഴുത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയായിരുന്നു ആ അമ്മ. ഞാൻ എന്തൊരു പാപിയാണ്. എൻ്റെ കുഞ്ഞിനെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ലല്ലോ കർത്താവെ. ഞാൻ എന്തുമാത്രം അവനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, പഴിച്ചിട്ടുണ്ട്. പെണ്ണിനെയും കുഞ്ഞിനെയും ചതിച്ചവനാണെന്ന് പറഞ്ഞ് അവനെ എന്തുമാത്രം ശപിച്ചിട്ടുണ്ട്. ഒക്കെ എൻ്റെ തെറ്റായിപ്പോയല്ലോ. ഒരിക്കലെങ്കിലും എൻ്റെ മകനെ ഒന്ന് കേൾക്കാൻ ഞാൻ തയ്യാറായിരുന്നുവെങ്കിൽ, ആരോടും ഒന്നും പറയാതെ സങ്കടങ്ങളൊക്കെ ഉള്ളിലൊതുക്കി ഇത്രയും വർഷം എൻ്റെ കുഞ്ഞ് കഴിയുകയായിരുന്നു. എനിക്കറിയില്ലായിരുന്നു അത്. അവർ സങ്കടത്തോടെ ആ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. പെട്ടെന്നാണ് വീടിൻ്റെ മുൻപിൽ അവൻ്റെ കാർ വന്ന് നിന്നത്. ലൈറ്റിൻ്റെ വെട്ടവും കാറിൻ്റെ ശബ്ദവും കേട്ടതും അവർ കണ്ണുകളൊന്ന് തുടച്ചതിന് ശേഷം വാതിൽ തുറന്നു. കാറിൽ നിന്നും ഇറങ്ങുന്ന അവനെ അവർ നോക്കി. കാർ ലോക്ക് ചെയ്തതിന് ശേഷം വേച്ച് അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്ന അവനെ കണ്ടതും അവരുടെ നെഞ്ച് പിടഞ്ഞുപോയി. നല്ലൊരു ക്രിസ്മസ് ആയിട്ട് തൻ്റെ മകനെ ഈ അവസ്ഥയിൽ കാണാൻ കഴിഞ്ഞതിൽ ആ അമ്മ ഹൃദയം തേങ്ങി. ഇതിനോടൊപ്പം ആ നല്ലൊരു ക്രിസ്മസ് അവരുടെ വീട്ടിൽ ശോകം മുഖമായിരുന്നുവെന്നോർത്തതും അവർക്ക് വല്ലാത്ത വിഷമം തോന്നി. സ്റ്റെപ്പ് കയറാൻ തുടങ്ങിയതും ആദം വീഴാനായി പോയി. അയ്യോ മോനെ! അവർ ഓടിച്ചെന്ന് തൻ്റെ മകനെ താങ്ങിപ്പിടിച്ചു. മമ്മി ഇതുവരെ ഉറങ്ങിയില്ലായിരുന്നോ? അവനൊരു പുഞ്ചിരിയോടെ അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. നീ വരാതെ ഞാൻ എങ്ങനെയാ മോനെ ഉറങ്ങുന്നത്? അവർ സങ്കടത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവളെവിടെ? അവൾ സുഖമായിട്ട് ഉറങ്ങിക്കാണും അല്ലേ? അല്ലെങ്കിലും ഉള്ളവരെ വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്ന അവൾക്ക് സുഖമായിട്ട് ഉറങ്ങാൻ കഴിയും. അവൻ പുച്ഛത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവളിവിടെ ഇല്ല മോനെ. അവളുടെ പപ്പയുടെയും മമ്മിയുടെയും ഒപ്പം അവൾ വീട്ടിലേക്ക് പോയി. അവർ തിരികെ അവനോട് മറുപടി പറഞ്ഞതും അവനൊന്ന് പുഞ്ചിരിച്ചു. അതെന്തായാലും നന്നായി. അവളുടെ മുഖം കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാണ്. ഇന്നെനിക്ക് എൻ്റെ മുറിയിൽ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാം. അവൻ തൻ്റെ മമ്മിയെ നോക്കി പറഞ്ഞു. അത് കേട്ടതും അവർ സങ്കടത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അമ്മയ്ക്ക് ഒന്നും അറിയില്ലായിരുന്നു മോനെ. ഞാൻ എൻ്റെ മോനെ ഒരുപാട് തെറ്റിദ്ധരിച്ചു പോയി. എന്നോട് മുമ്പ് പൊറുക്കണം. അവർ തൻ്റെ മകൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതിനവൻ പുഞ്ചിരിയോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. മമ്മി എന്നോട് സോറി പറയേണ്ട യാതൊരു കാര്യവും ഇല്ല. അതെല്ലാം നേരിട്ട് കണ്ടുകൊണ്ട് നിന്ന ഏതൊരാളും ചെയ്യുന്നത് മാത്രമേ മമ്മിയും ചെയ്തുള്ളൂ. ആർക്കും സത്യമൊന്നും അറിയില്ലായിരുന്നല്ലോ. അല്ല, അറിഞ്ഞിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവനൊരു പുഞ്ചിരിയോടെ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. മോനെ, ഇനിയെങ്കിലും നിനക്ക് സത്യം എന്താണെന്ന് തുറന്നു പറഞ്ഞൂടെ? കൂടെ അന്ന് ശരിക്കും എന്താ സംഭവിച്ചത്?
എന്തിനാ നീ സ്വയം ബലിയാടായത്? അവൻ സങ്കടത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവൻ ഹാളിലെ സോഫയിലേക്ക് ചെന്നിരുന്നു. അവനെ കേൾക്കാൻ എന്ന രീതിയിൽ അവരും അവന്റെ അടുത്തേക്ക് ചെന്നു. അന്ന് മമ്മിക്കും അറിയാമായിരുന്നില്ലേ, ഞാനും ശീതളും റിൻസിയൊക്കെ നല്ല കൂട്ടുകാരായിരുന്നു. ശീതളും റിൻസിയും ബെസ്റ്റ് ഫ്രണ്ട്സിനെ പോലെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും അവൾ ഞങ്ങളെ ചതിക്കില്ല എന്ന് ഞാൻ വിശ്വസിച്ചു. വിശ്വാസമൊക്കെ തെറ്റിപ്പോയത് അന്ന് ആ ദിവസത്തിലായിരുന്നു. സംഭവം നടക്കുന്നതിൻ്റെ അന്ന് രാത്രിയിൽ റിൻസി എന്നെ വിളിച്ചിരുന്നു. അവൾ ബസ് സ്റ്റോപ്പിലാണെന്ന് വീട്ടിലേക്ക് കൊണ്ടാക്കണമെന്നും അവൾ എന്നോട് പറഞ്ഞു. മറ്റൊന്നും തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവളെ വിളിച്ച ഉടനെ ഞാൻ അവളുടെ അടുത്തേക്ക് പുറപ്പെട്ടു. അവളെയും കൂട്ടി ഞാൻ അവളുടെ വീട്ടിലേക്ക് ചെന്നു. അന്ന് നമ്മുടെ പള്ളിയിൽ പെരുന്നാൾ നടക്കുന്ന സമയമായിരുന്നു. അവളുടെ പപ്പയും മമ്മിയും പള്ളിയിലേക്ക് പോയി. അവളെ കൊണ്ടാക്കിയിട്ട് തിരികെ പോകാൻ നിന്ന എന്നെ നിർബന്ധപൂർവ്വം അവൾ വീട്ടിലേക്ക് വിളിച്ചു കയറ്റി. എന്തോ അവൾ കുടിക്കാൻ തന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. പിറ്റേന്ന് ഞാൻ എഴുന്നേൽക്കുമ്പോൾ അവളുടെ മുറിയിലാണ്. എന്താ ശരിക്കും അന്ന് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല മമ്മി. എന്തായാലും അവളെ കൊണ്ട് ഒറ്റയ്ക്ക് എന്നെ ഹാളിൽ നിന്ന് മുറിയിലേക്കാക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതോ ഇനി അവൾ മാത്രമായിരുന്നോ അന്നവിടെ ഉണ്ടായിരുന്നോയെന്ന് എനിക്കറിയില്ല. പിറ്റേന്ന് രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ അവളുടെ മുറിയിലാണ്. അവളാണെങ്കിൽ ഞാനെന്നൊരാൾ അവിടെ ഉണ്ടെന്ന് പോലും ചിന്തിക്കാത്തതുപോലെയാ ബാത്റൂമിൽ നിന്നും കുളിച്ചിട്ട് ഇറങ്ങി വന്നത്. യാതൊന്നും സംഭവിക്കാത്ത രീതിയിൽ. അവൻ്റെ ഓർമ്മ പുറകിലേക്ക് സഞ്ചരിച്ചു. അവൾ ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്നതും അവൻ ഞെട്ടലോടെ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. ഷർട്ട്ലെസ് ആയിട്ടാണ് അവൻ കിടന്നത്. അവൻ ഇരു സൈഡും ഒന്ന് നോക്കിയ തറയിൽ കിടപ്പുണ്ട് അവൻ്റെ ഷർട്ട്. അവൻ പെട്ടെന്ന് തറയിൽ കിടന്ന് തൻ്റെ ഷർട്ട് എടുത്തിട്ടു. അതും നീ എഴുന്നേറ്റോ? നിനക്ക് എന്താ വേണ്ടത്? കോഫിയോ ചായയോ? അവൾ ഒരു പുഞ്ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. എന്നാൽ ആദം അവളെ നോക്കിയതും പെട്ടെന്ന് മുഖം തിരിച്ചു. ഒരു ടവലിൻ്റെ മറവിൽ മാത്രം തൻ്റെ മുൻപിൽ വന്നു നിൽക്കുകയാണ് അവൾ. അവൻ പെട്ടെന്ന് തലേന്ന് നടന്ന സംഭവങ്ങൾ ആലോചിച്ചു. അവളെ വീട്ടിലേക്ക് കൊണ്ടാക്കിയതും അവൾ തനിക്കൊരു ജ്യൂസ് തന്നതും മാത്രമേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം എന്താ നടന്നതെന്നൊന്നും അവൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നില്ല. നീ എന്താ ആദം എന്നെ കണ്ടിട്ട് മുഖം തിരിക്കുന്നത്? അവൾ പുഞ്ചിരിയോടെ അവനെ നോക്കി ചോദിച്ചു. വല്ല ഡ്രസ്സും എടുത്ത് ഇടടി, അവൻ ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു. അതെന്താ ആദം, ഇന്നലെ രാത്രി നിനക്ക് പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ. ഇന്ന് ബോധം വന്നപ്പോഴാണോ നിനക്കത് പ്രശ്നമായിട്ട് മാറിയത്? അവളും തിരികെ അവനോട് ചോദിച്ചു. നീ ഡ്രസ്സ് എടുത്തിടുന്നുണ്ടോ? അവൻ്റെ ഒച്ച ഉയർന്നു. അത് കേട്ടതും അവൾ പെട്ടെന്ന് ഒരു ബാത്റൂം എടുത്ത് ചുറ്റി. ഞാൻ എങ്ങനെയാ എവിടേക്ക് വന്നത്? നീ എന്താടി എനിക്ക് ഇന്നലെ കലക്കി തന്നത്? അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു. ഞാനോ? ഞാനൊന്നും നിനക്ക് കലക്കി തന്നിട്ടില്ല ആദം. നീ തന്നെയാ എന്നെ ഈ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ബാക്കിയൊന്നും ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അവൾ വീണ്ടും ചിരിച്ചു. ദേ, ആവശ്യമില്ലാത്ത കാര്യം നീ പറയരുത്. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എൻ്റെ മനസ്സിൽ ഷീതു മാത്രമേ ഉള്ളൂ. അവളുടെ സ്ഥാനത്ത് ഞാൻ ഒരിക്കലും മറ്റൊരാളെ കാണില്ല. നീ എന്നെ ചതിച്ചതാ. പറയടി, എന്താ സംഭവിച്ചത്? അവൻ ദേഷ്യത്തോടെ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചു. വിടാദം, വിടാൻ! അവൾ അവൻ്റെ കൈ മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. പറയടി, എന്താടി ഇന്നലെ സംഭവിച്ചത്? അവൻ വീണ്ടും അവളോട് ചോദിച്ചു. സംഭവിച്ചത് തന്നെയാ ഞാൻ പറഞ്ഞത്. നിന്റെ മനസ്സിൽ ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ കരുതിയത് നിനക്ക് അവളോട് മാത്രമാ പ്രേമമെന്ന്. ബട്ട് അവൾ ബാക്കി പറയാതെ അവനെ പുച്ഛത്തോടെ നോക്കി ചിരിച്ചു. ഷേ! അവൻ പെട്ടെന്ന് അവിടെ നിന്നും പോകാൻ തുടങ്ങി. ഒന്ന് നിന്നെ, പുറകിൽ നിന്നും അവൾ വിളിച്ചു പറഞ്ഞതും അവനൊന്ന് നിന്നു. പോകുന്നതിന് മുമ്പ് നീ ഇതും കൂടി കണ്ടിട്ട് പോ, അവൾ പറഞ്ഞുകൊണ്ട് ഒരു ചിരിയോടെ തൻ്റെ മൊബൈൽ ഫോൺ ഓണാക്കി അവന് നേരെ കാണിച്ചു കൊടുത്തു. അതിൽ ഷർട്ട്ലെസ് ആയിട്ട് കിടക്കുന്ന ആദവും അവൻ്റെ അടുത്തായിട്ട് നഗ്നതയോടെ കിടക്കുന്ന അവളെയുമാണ് കണ്ടത്. അത് കണ്ടതും അവൻ ഞെട്ടിപ്പോയി. ഡി! അവൻ ദേഷ്യത്തോടെ അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ചു. വിടാദം, എനിക്ക് വേദനിക്കുന്നു, അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്താടി ഇതൊക്കെ? നീ മനഃപൂർവ്വം എന്നെ ചതിക്കായിരുന്നു അല്ലേ? എന്തിനാടി ഇത് ചെയ്തത്? അവൻ ദേഷ്യത്തോടെ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു. എനിക്ക് നിന്നെ വേണോ ആദം? ഞാൻ ആഗ്രഹിച്ചതാ നിന്നെ. അങ്ങനെ എവിടെ നിന്നോ വലിഞ്ഞു കയറി വന്ന ഒരനാഥ പെണ്ണ് നിന്നെ സ്വന്തമാക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു. ഇങ്ങനെ ചെയ്താൽ ഞാൻ നിന്നെ പ്രേമിക്കുമെന്നാണോ നീ കരുതിയത്? അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. എൻ്റെ മനസ്സിൽ അവൾ മാത്രമേ ഉള്ളൂ. അതിനി അങ്ങനെ തന്നെ ആയിരിക്കും. അവൻ ഉറപ്പോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അങ്ങനെ നീ അവളെ സ്വന്തമാക്കാൻ ഞാൻ സമ്മതിക്കില്ല ആദം. ഈ കതക് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിന്റെ പപ്പ ഉൾപ്പെടെ എല്ലാവരും പുറത്തുണ്ടാകും. അവരോടൊക്കെ നീ ഇത് പറഞ്ഞാൽ അവർ വിശ്വസിക്കുമെന്നാണോ നീ കരുതുന്നത്? ഒരിക്കലുമില്ല. കോടതിയിൽ പോലും തെളിവാണ് വേണ്ടത് ആദം. ഇതിൻ്റെ കയ്യിലുള്ള കാലത്തോളം ഒരിക്കലും സത്യം പുറത്തു പറയാൻ കഴിയില്ല നിനക്ക്. അവൾ പുച്ഛത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അത് കേട്ടതും അവൻ ദേഷ്യത്തോടെ അവളുടെ കവളിൽ ആഞ്ഞടിച്ചു. അവൾ കവളിൽ കൈവച്ചുകൊണ്ട് ഒരു ചിരിയോടെ അവനെ നോക്കി. നീ എന്നെ എത്ര തല്ലിയാലും ഞാൻ നിന്നെ വിടില്ല. നീ ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ മിന്നു കെട്ടുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കഴുത്തിൽ മാത്രമായിരിക്കും. ഇതിൻ്റെ വാശിയാണെന്ന് നീ കൂട്ടിക്കോ. അവൾ വാശിയോടെ തന്നെ അവനോട് പറഞ്ഞു. അവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായ അവൻ അവളുടെ റൂമിൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. അവൻ കാണുന്നത് തൻ്റെ മുൻപിൽ നിൽക്കുന്ന അവളുടെ പപ്പയും മമ്മിയും അവൻ്റെ പപ്പയുമാണ്. അതും നീ? അവനെ കണ്ടതും അവളുടെ പപ്പ സംശയത്തോടെ അവനോട് ചോദിച്ചു. അങ്കിൾ, എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഇവള് മനഃപൂർവ്വം ചെയ്താ ഇതൊക്കെ. ഞാൻ അറിഞ്ഞുകൊണ്ട് പോലും തെറ്റ് ചെയ്തിട്ടില്ല.
അവൻ അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. പപ്പേ, പപ്പയെങ്കിലും എന്നെ വിശ്വസിക്കണം. അവൻ അയാളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇവളെ നീ വിവാഹം കഴിക്കണം. അയാൾ അവന്റെ മുഖത്തേക്ക് നോക്കി പറയുന്നത് കേട്ടതും അവൻ ഞെട്ടിപ്പോയി. ശീതളും താനും പ്രണയത്തിലാണെന്നുള്ള കാര്യം അയാൾക്കറിയാം. എന്നിട്ട് എന്തുകൊണ്ട് ഇവളെ വിവാഹം കഴിക്കണമെന്ന് അയാൾ പറയുന്നു എന്നതായിരുന്നു അവന്റെ സംശയം. പപ്പ കാര്യം അറിയാതെയാണ്. അവൻ അയാളോട് എന്തോ പറയാൻ തുടങ്ങി. എന്നാൽ അയാൾ കൈകൾ ഉയർത്തി അതിനെ തടഞ്ഞിരുന്നു. ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് കളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവൾ ഒരിക്കലും കള്ളം പറയില്ല എന്ന് എനിക്കറിയാം. സാരമില്ല മോനെ, ഇതൊക്കെ എല്ലാവർക്കും പറ്റുന്ന തെറ്റാ. എന്തായാലും ഇത്രയുമായ സ്ഥിതിക്ക് നീ ഇനി ഇവളെ വിവാഹം കഴിച്ചാൽ മതി. ശീതളിനെ നിനക്ക് പറഞ്ഞു മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അയാൾ തന്റെ മകന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ അയാളോട് പുച്ഛം തോന്നി. അവൻ അവിടെ നിന്നും പോകാൻ തുടങ്ങി. എന്റെ മകളെ അല്ലാതെ നീ വേറെ ആരെയും വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല ആദം. എന്റെ മകളുടെ മാനത്തിന് നീ വില പറയേണ്ടി വരും. അവളുടെ പപ്പ പുറകിൽ നിന്നും വിളിച്ചു പറഞ്ഞു. അത് കേട്ടതും അവൻ തിരിഞ്ഞു നിന്നു. എന്റെ മകളെ അല്ലാതെ നീ വേറൊരു വിവാഹം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ ഈ ഫോട്ടോസ് ഉൾപ്പെടെ എല്ലാം എല്ലാവരും കാണും. എല്ലാവരെയും ഞങ്ങൾ അറിയിക്കും. അയാൾ മറുപടി പറയുന്നത് കേട്ടതും അവന് തിരിച്ച് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു. അതിൻ്റെ 2 ദിവസം കഴിഞ്ഞാണ് ശീതൾ പ്രഗ്നൻ്റ് ആണെന്ന് മദർ എന്നെ വിളിച്ച് പറയുന്നത്. എനിക്ക് ശീതളിനോട് ഈ കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള സാഹചര്യം എനിക്ക് കിട്ടിയില്ല. ഞാൻ എന്ത് പറഞ്ഞ് മനസ്സിലാക്കൂ എന്നതായിരുന്നു എൻ്റെ ടെൻഷൻ. എന്നെ വിളിച്ചത് പറയുന്നതിനോടൊപ്പം അവൾ റിൻസിയോടും ഇത് പറഞ്ഞു. അങ്ങനെ റിൻസിയുടെ പപ്പ എന്നെ വീണ്ടും വിളിച്ചു. ശീതളിനെ തള്ളി പറയണമെന്ന് അയാൾ എന്നോട് പറഞ്ഞു. നടക്കില്ലെന്ന് ഞാനും പറഞ്ഞു. അപ്പോൾ അയാൾ എന്നെ ഭീഷണിപ്പെടുത്തി. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവളെയും അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയും അയാൾ ഇല്ലാതെയാക്കുമെന്ന് പറഞ്ഞു. എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു മമ്മി. എൻ്റെ കുഞ്ഞിനെയും പെണ്ണിനെയും അയാൾ... ഞാൻ എന്തും ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ മദറിനെ വിളിച്ച് മദറിനോട് പറഞ്ഞു നോക്കി അബോർഷൻ ചെയ്താലോ എന്ന്. എന്നാൽ ശീതൾ അതിനെ സമ്മതിച്ചില്ല. അവളോട് എനിക്കിതൊന്നും തുറന്ന് പറയാനും കഴിയില്ലായിരുന്നു. പള്ളിയിൽ അച്ഛനുൾപ്പെടെ എല്ലാവരും അന്ന് രാത്രി അത് അറിഞ്ഞിരുന്നു. അന്ന് എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു മമ്മി. എൻ്റെ മുൻപിൽ അവളും അവളുടെ പപ്പയും നിൽക്കുമ്പോൾ ശീതളിൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് എൻ്റേതാണെന്ന് പറയാൻ എനിക്ക് പറ്റില്ലായിരുന്നു. അവരെൻ്റെ കുഞ്ഞിനെയും പെണ്ണിനെയും ഇല്ലാതാക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ... അവൻ കൈകൾ കൂപ്പി അവരോട് മാപ്പ് ചോദിക്കുന്നത് പോലെ പറഞ്ഞു. മോനെ, നിനക്ക് എന്നോടെങ്കിലും ഇതൊക്കെ തുറന്നു പറഞ്ഞുകൂടായിരുന്നോ? അവർ സംശയത്തോടെ അവനോട് ചോദിച്ചു. മമ്മിയോട് ഞാൻ പലതവണ പറയണമെന്ന് കരുതിയതാ. പക്ഷെ എനിക്കതിന് സാധിച്ചില്ല. അത് മാത്രമല്ല മമ്മി, എന്നെ കുറ്റപ്പെടുത്താൻ മാത്രമല്ലേ മമ്മി ശ്രമിച്ചുള്ളൂ. എന്തുകൊണ്ട് ഞാനങ്ങനെ ചെയ്തു എന്ന് ഒരു വാക്ക് എന്നോട് ചോദിച്ചോ? അങ്ങനെ ഒരു ചോദ്യം ആരെങ്കിലും എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഒരാളോടെങ്കിലും ഞാൻ സത്യങ്ങൾ തുറന്നു പറഞ്ഞേനെ. സാരമില്ല, എല്ലാം എൻ്റെ വിധിയാ. അവൻ വിഷമത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അപ്പോൾ പിന്നെ അന്ന് പള്ളിയിൽ വെച്ച് എന്തിനാ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞത്? അവളെയും ചാർലിയും കൂട്ടിച്ചേർത്ത്. അതുകൊണ്ടല്ലേ എല്ലാവർക്കും നിന്നോട് വെറുപ്പായത്? എല്ലാവർക്കും നിന്നോട് ദേഷ്യം തോന്നിയത് അതുകൊണ്ടല്ലേ? അവർ സങ്കടത്തോടെ അവൻ്റെ കവളിൽ കൈവച്ച് ചോദിച്ചു. അത് മനഃപൂർവ്വം തന്നെ ചെയ്തതാ. അവൻ പറഞ്ഞതും അവർ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അതേ മമ്മി, അവൾ കാരുണ്യയിൽ സുരക്ഷിതയായിരിക്കില്ല. അതെനിക്ക് നന്നായിട്ടറിയാം. അവൾ ഒരിക്കലും അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ ഇല്ലാതാക്കില്ല എന്ന് എനിക്കറിയാമായിരുന്നു. അങ്ങനെ ചെയ്താൽ പോലും അവൾ സുരക്ഷിതയായിരിക്കില്ല. പക്ഷെ ചാർലി, അവൻ്റെ മനസ്സിൽ ശീതൾ ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു. ശീതളിനെ അവൻ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ എൻ്റെ മനസ്സിലുള്ള ഇഷ്ടം ഞാൻ അവളോട് തുറന്നു പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ അവൻ തന്നെ അവളെ സ്നേഹിച്ചേനെ. അതുകൊണ്ട് തന്നെ മറ്റെവിടത്തേക്കാളും അവൾ അവിടെ സുരക്ഷിതയായിരിക്കുമെന്ന് എനിക്കറിയായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അവൻ്റെ പേര് പറഞ്ഞത്. അതുകൊണ്ടല്ലേ ഇന്നവള് അവൻ്റെ കൂടെ കഴിയുന്നത്. അതായിരുന്നു ശരി. അവനൊരു പുഞ്ചിരിയോടെ തൻ്റെ മമ്മിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എന്നിട്ട് പിന്നെ ഇപ്പം എന്തിനാ നീ അവളെയും കുഞ്ഞിനെയും തിരക്കി പോകുന്നത്? അവർ വീണ്ടും സംശയത്തോടെ അവനെ നോക്കി. അവനൊന്നും തന്നെ മറുപടി പറഞ്ഞില്ല. മോനല്ലേ പറഞ്ഞത് ചാർലി അവളെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു എന്ന്. ആ സ്ത്രീക്ക് അവരൊന്നിച്ച് കഴിയട്ടെ എന്നല്ലേ കരുതേണ്ടത്. അവർക്കിടയിൽ വില്ലനായിട്ട് നീ പോകണ്ട. അവർ പറയുന്നത് കേട്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു. മമ്മി, എത്രയൊക്കെ മനസ്സിൽ അങ്ങനെ ചിന്തിച്ചാലും എൻ്റെ മോളെ കാണുമ്പോൾ ഞാനൊക്കെ മറന്നു പോകും. എനിക്ക് ജനിച്ച എൻ്റെ കുഞ്ഞ്, എൻ്റെ ചോര, അവൾ എൻ്റെ കൺമുൻപിൽ മറ്റൊരാളെ അപ്പ എന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല മമ്മി. അവളെയും കുഞ്ഞിനെയും തിരികെ വിളിക്കാൻ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നോട്. അതെ, എൻ്റെ കൂടെ കൊണ്ടുവന്ന് നിർത്താൻ എൻ്റെ മനസ്സ് വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. വാക്കുകൾ ഇടറിപ്പോയി. പക്ഷെ നീ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് മിന്നി കിട്ടിയത് റിൻസിയാണ്. അവളാണ് ലീഗലി നിൻ്റെ ഭാര്യ. അതുപോലെ തന്നെയാ നീ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവളെ തള്ളിപ്പറഞ്ഞതും. ആ സ്ഥിതിക്ക് ഇനിയും അവരുടെ അടുത്തേക്ക് ചെന്നാൽ എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവർ വീണ്ടും അവനെ നോക്കി ചോദിച്ചു. എനിക്കറിയാം മമ്മി, എല്ലാം എനിക്കറിയാം. എൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ആരും എന്നെ കേൾക്കണമെന്ന് എനിക്ക് ഒരു ആഗ്രഹവുമില്ല. അവളും കുഞ്ഞും എൻ്റെ ഒപ്പം വരാൻ തയ്യാറാണെങ്കിൽ മറ്റെല്ലാം മറന്ന് അവരെ കൂട്ടിക്കൊണ്ടു പോകാൻ ഞാനും റെഡിയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അവളുടെയും കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോകുന്നത്. എനിക്ക് വേറെ നിവർത്തിയില്ല മമ്മി. നിസ്സഹായതയോടെ തൻ്റെ മുൻപിലിരുന്ന് പറയുന്നത് കേട്ടതും ആ അമ്മയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നി. എല്ലാവരും കൂടി എന്നെ ചതിച്ചതാ. എന്നെ സ്വന്തമാക്കാൻ റിൻസിയും അവളുടെ വീട്ടുകാരും.
അവരുടെ സ്വത്തുക്കളും പണവും കണ്ട് എൻ്റെ പപ്പ ഉൾപ്പെടെ എന്നെ ചതിച്ചു. അവൻ സങ്കടത്തോടെ അവരെ നോക്കി പറഞ്ഞു. അതിനൊന്നും അവർക്ക് മറുപടിയില്ലായിരുന്നു. അനിയന്മാരുടെ കൂടെ ഒന്ന് കൂടിയതിന് ശേഷം ചാർലി റൂമിലേക്ക് വന്നു. ലേറ്റ് ആവുകയാണെങ്കിൽ അവളോട് കിടന്ന് ഉറങ്ങിക്കൊള്ളാൻ അവൻ പറഞ്ഞിരുന്നു. എന്നാൽ അവൻ വന്നപ്പോഴും എന്തോ ആലോചനയോടുകൂടി ഇരിക്കുകയാണ് ഷീതു. അത് കണ്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു. പിന്നെ ഡോർ ലോക്ക് ചെയ്തതിന് ശേഷം അവളുടെ അടുത്തേക്ക് ചെന്നു. ഷീതു, അവൻ വിളിച്ചതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു. അയ്യോ, എന്താ എന്താ ഷീതു? അവൻ വെപ്രാളത്തോടെ അവളുടെ അടുത്തേക്ക് വന്നിരുന്നുകൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല ചായ. അവൾ പെട്ടെന്ന് തന്നെ കണ്ണുകൾ തുടച്ചു. ഞാൻ നിന്നോട് പറഞ്ഞിട്ടല്ലേ പോയത്? നിനക്ക് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ ഞാൻ പോവില്ലായിരുന്നു. താൻ കുടിച്ചതായിരിക്കാം അവൾ സങ്കടപ്പെടുന്നതെന്നോർത്ത് അവൻ പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇച്ചായ, അതൊന്നുമല്ല. അവൾ പറയുന്നത് കേട്ട് അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. എന്നെ എന്നെ മമ്മി വിളിച്ചിരുന്നു. ആദത്തിൻ്റെ മമ്മി. അവൾ പറയുന്നത് കേട്ടതും അവൻ നെറ്റിച്ചുളിച്ചു. അവർ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവൾ ചാർലിയോട് പറഞ്ഞു. എല്ലാം കേട്ടതും അവൻ ഒന്നും തന്നെ മിണ്ടിയില്ല. കാരണം അതിന് എന്ത് മറുപടിയാണ് പറയേണ്ടതെന്ന് അവൻ അറിയില്ലായിരുന്നു. ഇച്ചായനെന്താ എല്ലാം കേട്ടിട്ട് ഒന്നും മിണ്ടാതിരിക്കുന്നേ? അവൾ അവൻ്റെ കൈക്ക് മുകളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. ഞാനെന്ത് പറയാനാ ഷീതു? നമുക്കിതൊന്നും അറിയില്ലായിരുന്നല്ലോ. ഞാൻ കരുതിയത് അവൻ മനഃപൂർവ്വം അവന് എന്നോടെങ്കിലും സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞുകൂടായിരുന്നോ? ചാർലി അവളെ നോക്കി ചോദിച്ചു. അമ്മി അതൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്കെന്തോ തല പെരുക്കുന്നത് പോലെ തോന്നുക ഇച്ചായ. സത്യങ്ങളൊന്നും മനസ്സിലാക്കാതെ അവൾ വിങ്ങിപ്പോയി. ചാർലി അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. തെറ്റ് ചെയ്തതായി നിനക്ക് തോന്നുന്നുണ്ടോ? അവൻ തിരികെ അവളോട് ചോദിച്ചു. അറിയില്ല, അവൾ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു. അവൻ ഒന്നും മിണ്ടാതെ കുറച്ചു നേരം മിണ്ടാതെ ഇരുന്നു. അവളും ഒന്നും തന്നെ മറുപടി പറഞ്ഞില്ല. ഇരുവർക്കുമിടയിൽ മൗനം തളം കെട്ടിക്കിടന്നു കുറേ നേരം. ഷീതു, അവൻ വിളിച്ചതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നിനക്ക് ഈ വിവാഹം വേണ്ടാന്ന് തോന്നുന്നുണ്ടോ? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ പെട്ടെന്ന് വല്ലാതെയായി. അവൾ ഒന്നും തന്നെ മറുപടി പറഞ്ഞില്ല. അതിന് എനിക്ക് വിഷമമാകുമെന്ന് കരുതി നിന്റെ മനസ്സിലുള്ളത് പറയാതിരിക്കണ്ട. തിരികെ പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അതിന് തടസ്സമാവില്ല. മറ്റാരെയും നീ നോക്കണ്ട. മനസ്സിനോട് മാത്രം ചോദിച്ചാൽ മതി. നിനക്ക് ആദത്തിൻ്റെ ഒപ്പം പോകണമെങ്കിൽ, അവനെ ചതിച്ചുവെന്ന് നിനക്ക് തോന്നലുണ്ടെങ്കിൽ പോകാം. അവൻ പറഞ്ഞുകൊണ്ട് തലചരിച്ച് കട്ടിലിൽ നിഷ്കളങ്കമായി ഉറങ്ങുന്ന കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി. അവളെ കണ്ടതും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എനിക്ക് നിന്റെ സന്തോഷമാണ് ഷീതു വലുത്. എവിടെയാണോ നീ സന്തോഷത്തോടെ കഴിയുന്നത് അവിടേക്ക് നിനക്ക് തിരികെ പോകാം. ഒരിക്കലും ഞാൻ നിന്നെ തടയില്ല, ഒന്നിനു വേണ്ടിയിട്ടും. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ പെട്ടെന്ന് കുഞ്ഞിൻ്റെ അടുത്തേക്ക് കിടന്നു. കുഞ്ഞിനെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു. അപ്പയെ വിട്ടിട്ട് നീ പോവോ? എൻ്റെ മോള് പോയാൽ അപ്പയ്ക്ക് പിന്നെ ആരാ ഉള്ളത്? നീയല്ലേ എന്നെ ആദ്യമായിട്ട് അപ്പ എന്ന് വിളിച്ചത്. ആ വിളി എനിക്കിനി കേൾക്കാൻ പറ്റില്ലേ? അവൻ പറഞ്ഞുകൊണ്ട് ഉറങ്ങിക്കിടന്ന കുഞ്ഞിൻ്റെ മുഖം മുഴുവൻ ചുമ്മനകൾ കൊണ്ട് മൂടി. സോറി മോളെ. അപ്പോൾ ഒരിക്കൽ പോലും മദ്യപിച്ചിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല. ഇന്നെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല മോളെ. അപ്പയോട് മോള് ക്ഷമിക്കണേ പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി അവളുടെ നെറ്റിയിൽ ചുംബിച്ചിരുന്നു. അവൻ്റെ പ്രവൃത്തി കണ്ട് ശീതൾ കരഞ്ഞു പോയിരുന്നു.